നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ മുൻകൈയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ സമയം പാഴാക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. നൗഫൽ തന്നെ തുടരുന്നുണ്ട്. നൗഫൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ഉത്തരവിൽ പറയുന്നത്? ഡോണ, നമുക്കറിയാം തലസ്ഥാന നഗരം നേരിടുന്ന നിലവിൽ ഗുരുതരമായ മാലിന്യ പ്രശ്നമാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. അത് തിരുവനന്തപുരം നഗരസഭ തന്നെ തുറന്ന് സമ്മതിച്ച ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിൽ ഉത്തരവിട്ടത്. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറിന്റെ മേൽനോട്ടത്തിലായിരിക്കണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ക്ലീൻ സിറ്റി മാനേജറുടെ നേതൃത്വത്തിൽ അതായത് പരാതിയുള്ള പ്രദേശങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ സ്ഥല പരിശോധന നടത്തി മാലിന്യ സംസ്കരണത്തിന് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യക്തമായി തന്നെ ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് കാലതാമസം ഇല്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ് ഇതിൽ കാലതാമസം എടുക്കരുത് എന്ന് ഉത്തരവിൽ വ്യക്തമായി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇറിഗേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെ ഈ പറയുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ തന്നെ മുൻകൈയെടുക്കണമെന്ന് കൂടിയാണ് ഈ പറയുന്ന ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. കോർപ്പറേഷൻ സ്വീകരിക്കുന്ന നടപടികൾ എന്താണോ അത് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ, അതായത് ഈ പറയുന്ന വകുപ്പ് ഡയറക്ടർ ഇക്കാര്യങ്ങളെല്ലാം നിരീക്ഷണം, വ്യക്തമായ കാര്യങ്ങളിൽ ഇടപെടണം എന്നൊരു ഇതുകൂടി പറയുന്നുണ്ട്. ഓഗസ്റ്റ് 4-ന് ഈ പറയുന്ന PMGയിൽ കമ്മീഷൻ ഓഫീസിൽ ഇതിന്റെ സിറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരെ പ്രതിനിധീകരിച്ച് ക്ലീൻ സിറ്റി മാനേജറും ഹാജരാകണം എന്നുകൂടി ഈ പറയുന്ന പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ, അതായത് നമ്മളറിയാം കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എല്ലാ ദിവസവും ഓരോ സ്ഥലം എന്ന രീതിയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ മാലിന്യ പ്രശ്നങ്ങൾ എടുത്തു കാണിക്കുന്ന നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി പിന്നാലെ തന്നെ തിരുവനന്തപുരം മേയർ വരെ തുറന്ന് സമ്മതിക്കേണ്ടി വന്ന കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഇടപെടൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടായിരിക്കുന്നത്. ഡോണ. ശരി, നൗഫലാണ് വിവരങ്ങൾ നൽകിയത്.